യു പിയിലെ മുഖ്യമന്ത്രിമാർ പല മുഖ്യമന്ത്രിമാരെ കണ്ട ഒരു നാടാണ് ഉത്തർപ്രദേശ്. അവിടെ അയോധ്യയിലേക്ക് എത്തിയാൽ തോറ്റുപോകുമോ എന്ന ഭയത്താൽ, തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയത്താൽ അയോധ്യയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിമാർ ഒരുപിടി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അയോധ്യയിലേക്ക് ഒരു മന്ത്രിസഭയെ മുഴുവൻ വിളിച്ചു വരുത്തി രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മന്ത്രിസഭയെ മുഴുവൻ അയോധ്യയിലേക്ക് വിളിച്ചു വരുത്തി ക്യാബിനറ്റ് കൂടുന്ന ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവും പകലുമൊക്കെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഓരോ തൊടിലും തുരുമ്പിലും അവസാന വട്ട ഒരുക്കങ്ങൾ എന്തായി എന്ന ഒരു ഗ്രഹനാഥനെ പോലെ ഓടി നടന്ന് വീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അത് ഒരു പക്ഷെങ്കിൽ യു പിയിൽ യോഗി ആദിത്യനാഥിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയായിരിക്കും. അല്ലെങ്കിൽ ഈ അയോധ്യ ക്ഷേത്രം ഇങ്ങനെ വനോളം ഉയരുമ്പോൾ, ആ രാഷ്ട്രമന്ദിരം ഉയരുമ്പോൾ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി അവിടെ അടയാളപ്പെടുത്തുന്ന അടയാളങ്ങൾ അത് ചെറുതല്ല. ഗൗതം, തീർച്ചയായിട്ടും ഉപേഷ്, ഇന്നിപ്പോൾ അയോധ്യയിൽ ശ്രീരാമ മന്ദിരത്തിൽ ഗർഭഗൃഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ രാംലല്ല പൂർവാധിക ശോഭയോടെ മഹാക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം, അത് ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഉത്തർപ്രദേശിന്റെ 19ാമത് മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠത്തിന്റെ മഠാധിപതിയുമായിട്ടുള്ള യോഗി ആദിത്യനാഥ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരി. ഭാരതം ഇന്ന് കാണുന്ന ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും മുഴുവൻ ജനങ്ങളും യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിനെ പരിവർത്തനം ചെയ്യുന്ന, ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ സംസ്ഥാനത്തിന് 25 കോടി ജനങ്ങളുള്ള, ലോകത്തെ മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും ഇത്രയധികം ജനസംഖ്യയില്ല. അങ്ങനെയുള്ള ഉത്തർപ്രദേശിനെ പരിവർത്തനം ചെയ്യുന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവാകാൻ കാരണമായിട്ടുള്ളൊരു സംഭവമാണ് അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം. കഴിഞ്ഞ ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതായത് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിലാണ് യോഗി ആദിത്യനാഥ് എന്ന, അല്ലെങ്കിൽ അജയ് മോഹൻ ബിഷ്ട് എന്ന ബാലൻ തൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. അതായത് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിലാണ് ആദ്യമായി യോഗി അല്ലെങ്കിൽ അജയ് മോഹൻ ബിഷ്ട് എന്ന കൊച്ചു ബാലൻ തൻ്റെ ഗുരുവായ മഹന്ത് അവൈദ്യനാഥിനെ കണ്ടുമുട്ടുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ, അന്ന് ഉത്തരാഖണ്ഡിലെ ഇന്നത്തെ പ്രദേശങ്ങൾ ഉത്തർപ്രദേശിന്റെ തന്നെ ഭാഗമാണ്. അങ്ങനെ ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ മസൽ ഗവോൺ എന്ന പ്രദേശത്താണ്, ഒരു സാധാരണ കുടുംബത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ ജനനം. അദ്ദേഹം അജയ് മോഹൻ ബിഷ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവ്വകാല നാമം. അങ്ങനെ അജയ് മോഹൻ ബിഷ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ ദേശീയ ബോധവും മനസ്സിൽ നന്നേ ഭക്തിയുമുള്ള ഒരു കൊച്ചു ബാലനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അതാണ് ശീലിപ്പിച്ചത്. അങ്ങനെ ദേശസ്നേഹം, രാഷ്ട്രബോധം, അതോടൊപ്പം തന്നെ ഭക്തിയുമൊക്കെയുള്ള ചെറുപ്പക്കാരൻ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിൽ അതിന്റെ ഭാഗമായി നടന്ന ചില പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നതിനായി വരുമ്പോഴാണ് അന്നത്തെ ഗോരഖ്പൂർ മഠാധിപതിയായ മഹന്ത് അവൈദ്യനാഥ് ആദ്യമായി ഈ ചെറുപ്പക്കാരനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 10-16 വയസ്സുള്ള ആ അജയ് മോഹൻ ബിഷ്ടിനെ കണ്ടുമുട്ടുന്നത്. അന്ന് തന്നെ മഹന്ത് അവൈദ്യനാഥ് ഈ യോഗി ആദിത്യനാഥ് എന്ന അന്നത്തെ അജയ് മോഹൻ ബിഷ്ട് എന്ന ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എത്രയും വേഗം ഗോരഖ്പൂരിലെ മഠത്തിലേക്ക് എത്തണം. എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഗോരഖ്പൂർ മഠത്തെ നയിക്കേണ്ടത് ഈ ബാലനാണ് എന്ന യാഥാർത്ഥ്യ ബോധം മഹന്ത് അവൈദ്യനാഥിന് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അജയ് മോഹൻ ബിഷ്ടിനെ കണ്ടപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിൽ വെച്ചാണ് താൻ സന്യാസ ദീക്ഷ സ്വീകരിക്കേണ്ടതാണ് എൻ്റെ ജന്മം, എൻ്റെ പൂർവാശ്രമത്തിലെ കുലവും വർണ്ണവും എല്ലാം ഉപേക്ഷിച്ച് മഹന്ത് അവൈദ്യനാഥിന്റെ പാതയിലേക്ക് വരുവാനുള്ള ദൃഢപ്രതിജ്ഞ അജയ് മോഹൻ ബിഷ്ട് എന്ന ചെറുപ്പക്കാരൻ കൈക്കൊള്ളുന്നത് രാമജന്മഭൂമി മുന്നേറ്റത്തിനിടയിൽ വെച്ചാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാമക്ഷേത്ര നിർമ്മാണം എന്നത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവുണ്ടാക്കിയ ഒരു മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പോലും വരുന്നത്. അങ്ങനെ 1994 അജയ് മോഹൻ ബിഷ്ട് എന്ന ആ വ്യക്തി മസൽ ഗവോണിലെ തന്റെ ഗ്രാമം വിട്ട്, തന്റെ ഭവനം വിട്ട്, ആരോടും പറയാതെ ഗോരഖ്പൂർ എന്ന ഒരു തീർത്ഥ നഗരിയിലേക്ക് എത്തുന്നു. 1995 ഫെബ്രുവരി മാസം 15-ാം തീയതി, അതൊരു വസന്ത പഞ്ചമി ദിനമാണ്. ആ വസന്ത പഞ്ചമി ദിനത്തിലാണ് മഹന്ത് അവൈദ്യനാഥിൽ നിന്നും യോഗി ആദിത്യനാഥ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അങ്ങനെ അജയ് മോഹൻ ബിഷ്ട് എന്ന ചെറുപ്പക്കാരൻ 1995 ഫെബ്രുവരി 15 വസന്ത പഞ്ചമി ദിനത്തിൽ യോഗി ആദിത്യനാഥ് എന്ന പുതിയ നാമം സ്വീകരിക്കുന്നു. നമുക്കറിയാം, സന്യാസം എന്ന് പറയുന്നത് തന്റെ പൂർവാശ്രമത്തിലെ കുലവും വർണ്ണവും എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ശരീരത്തിന് ഉദയക്രിയ ചെയ്ത് ഒരു പുതിയ ജന്മം കൈക്കൊള്ളുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ
അജയ് മോഹൻ ബിഷ്ട് എന്ന ചെറുപ്പക്കാരൻ യോഗി ആദിത്യനാഥായി പരിണമിക്കുന്നതിലും തന്റെ ഗുരുവായ മഹന്ത് അവൈദ്യനാഥിനെ കണ്ടുമുട്ടുന്നതിലുമൊക്കെ നിർണായകമായത് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റമാണ്. സ്വാഭാവികമായും അത്രത്തോളം വലിയ പ്രാധാന്യം യോഗി ആദിത്യനാഥിന് ഈ മണ്ണിനോടുണ്ട്, അയോധ്യയോടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരുണ്ട്. അതോടൊപ്പം ഉത്തർപ്രദേശിൽ യോഗിയും കൂടി വന്നതോടെയാണ് അയോധ്യയിൽ നാം ഇന്ന് കാണുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഉമേഷ്.